ഭീഷണിയുടെ സ്വരത്തിൽ വീണ്ടും അമേരിക്ക രംഗത്തിറങ്ങിയിരിക്കുന്നു. ലക്ഷ്യം ഇന്ത്യയുടെ സാമ്പത്തിക നട്ടല് തന്നെ. പുതിയ തിരുവ പ്രഖ്യാപനം വന്ന നിമിഷം മുതൽ ആഗോള വിപണി തീ പിടിച്ചതുപോലെയായി. ഓഹരികൾ ഇടിഞ്ഞു, ഡോളർ ഇടിഞ്ഞു, എണ്ണവില കുതിച്ചു. എല്ലായിടത്തും ആശങ്കയുടെ നിഴൽ. അമേരിക്ക കരുതിയത് പഴയ പോലെ ഇന്ത്യ വഴങ്ങുമെന്നാണ്. പക്ഷേ ഇത്തവണ കണക്കുകൂട്ടൽ പൂർണ്ണമായും തെറ്റി. ഡൽഹിയിൽ നിന്ന് വന്നത് വളരെ വ്യക്തമായ ഒരു സന്ദേശമായിരുന്നു: ഞങ്ങൾ വഴങ്ങില്ല. ഇത് വെറും വ്യാപാര തർക്കമല്ല, രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും കർഷകരുടെയും ചെറുകിട വ്യവസായങ്ങളുടെയും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. വിപണി വേണം, പക്ഷെ മുട്ടുകുത്തിയല്ല എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നു. തിരുവയുടെ പേരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാമെന്ന അമേരിക്കയുടെ കണക്ക് ഇവിടെ പൊളിഞ്ഞു. കാരണം ഇന്ന് ഇന്ത്യ വെറും ഒരു വിപണി മാത്രമല്ല, ലോകത്തിന്റെ ഫാക്ടറിയും ഭാവിയുമാണ്. തിരുവ ചുമത്തി ഭയപ്പെടുത്തി നിർത്താൻ പറ്റുന്ന കാലം കഴിഞ്ഞു. ഈ നീക്കം ആഗോള സപ്ലൈ ചെയിനെ തന്നെ തകർക്കുമെന്ന് വിപണി തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് വാൾ സ്ട്രീറ്റ് മുതൽ ദലാൽ സ്ട്രീറ്റ് വരെ ഒന്നാകെ ചുവന്നത്. വാഷിംഗ്ടണിൽ പോലും ഇപ്പോൾ ആശങ്കയുണ്ട്: ഈ പോര് നീണ്ടാൽ ആർക്കാണ് നേട്ടമെന്ന്. നീതിയുക്തമായ വ്യാപാരത്തിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഭീഷണിക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ല. ചരിത്രം സാക്ഷി പറയും, സമ്മർദ്ദത്തിൽ ഒപ്പിടാത്തവർക്കൊപ്പമാണ് നാളെ നിൽക്കുന്നതെന്ന്. തിരുവയുടെ തീയിൽ വെന്താലും പിന്മാറില്ല എന്നാണ് പുതിയ ഇന്ത്യയുടെ തീരുമാനം. കാരണം ചിലപ്പോൾ ഏറ്റവും വലിയ വിജയം വഴങ്ങാതിരിക്കുന്നതിലാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഒരു വശത്ത് നമുക്ക് വലിയ കരാറുണ്ടാക്കാമെന്ന് കൈനീട്ടിയും മറുവശത്ത് 100% തിരുവയിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പൊടുവിൽ നഗ്നമായി പുറത്തായി. ഇത് വ്യാപാര നയമല്ല, ഇത് കപട നാടകമാണ്. ചർച്ചയുടെ മേശയിൽ പുഞ്ചിരിച്ചുകൊണ്ട് കൈ കൊടുക്കുകയും പിന്നിൽ നിന്ന് കത്തികുത്തുകയും ചെയ്യുന്ന പഴയ കളി തന്നെ. ഇന്ത്യ ഇത്തവണ മിണ്ടാതിരുന്നില്ല. ഇത് കൃത്യമായ ഇരട്ടത്താപ്പാണ് എന്ന് ഡൽഹി പരസ്യമായി തന്നെ വിളിച്ചു പറഞ്ഞു. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. കരാർ വേണമെങ്കിൽ തുല്യത വേണം, ഭീഷണി വേണമെങ്കിൽ ബഹുമാനം പോകും. അമേരിക്ക കരുതിയത് സമ്മർദ്ദം കൊടുത്താൽ ഇന്ത്യ പേടിച്ച് ഒപ്പിടുമെന്നാണ്. പക്ഷെ 2026 ഇന്ത്യ അങ്ങനെയല്ല. നിങ്ങളുടെ 100% തിരുവയ്ക്ക് ഞങ്ങളുടെ 100% ആത്മാഭിമാനം എന്ന മറുപടിയാണ് വന്നത്. വിപണി തുറക്കണം, പക്ഷേ മുട്ടുകുത്തിയല്ല എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു. ഈ ഇരട്ടത്താപ്പ് ആഗോള വിപണിക്കും വലിയ തിരിച്ചടിയായി. കാരണം നിക്ഷേപകർക്ക് വേണ്ടത് സ്ഥിരതയാണ്, നാടകമല്ല. ഇന്ന് അമേരിക്ക ഒരിടത്ത് കരാർ സംസാരിക്കുകയും മറ്റൊരിടത്ത് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ആർക്കാണ് വിശ്വാസം ഉണ്ടാകുക? ഡോളറിന്റെ ശക്തി കൊണ്ടും ഉപരോധത്തിന്റെ ഭീഷണി കൊണ്ടും ലോകത്തെ അടക്കി ഭരിക്കാൻ പറ്റുന്ന കാലം കഴിഞ്ഞു. ഇന്ത്യ, ചൈന, റഷ്യ അടങ്ങുന്ന വലിയ വിപണി ഇനി ഒറ്റ ശബ്ദത്തിൽ ചോദിക്കുന്നു: നിയമം ഒന്നേ ഉള്ളൂ. ഇരട്ടത്താപ്പിന്റെ മുഖമൂടി അഴിഞ്ഞു വീണപ്പോൾ ലോകം കണ്ടത് ഒരു സത്യമാണ്. ശക്തിക്ക് മുന്നിൽ പണിയാനല്ല, തുല്യതയിൽ കൈകോർക്കാനാണ് ഭാവി. ഭീഷണി കൊണ്ട് കരാറുണ്ടാക്കാൻ നോക്കുന്നവർക്ക് ഒടുവിൽ കിട്ടുന്നത് ഒറ്റപ്പെടലായിരിക്കും. ആഗോള സമ്പദ് വ്യവസ്ഥയെ യുദ്ധക്കെടുതികൾ കൊണ്ട് ചതച്ചരച്ചതിന് പിന്നാലെ ലോകരാജ്യങ്ങൾക്ക് മേൽ പുതിയ തിരിവ് ഏർപ്പെടുത്തി അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 സുഹൃത്ത് രാജ്യങ്ങൾക്കുമേൽ 100% തിരിവ് ചുമത്താനുള്ള അമേരിക്കയുടെ പുതിയ നീക്കം കടുത്ത ആഗോള പ്രതിസന്ധിക്ക് വഴി തുറക്കുകയാണ്. സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന അമേരിക്കയുടെ ഈ പുതിയ സാമ്പത്തിക ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഒരു വശത്ത് ഇന്ത്യയുമായി വലിയ രീതിയിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ നടത്തുകയും മറുവശത്ത് ഭീഷണിയുടെ സ്വരത്തിൽ 100% തിരിവ് ഏർപ്പെടുത്താൻ നീക്കം നടത്തുകയും ചെയ്യുന്ന അമേരിക്കയുടെ കപട നിലപാട് ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ നടപടി കൃത്യമായ ഇരട്ടത്താപ്പാണെന്ന് ഇന്ത്യ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മെച്ചപ്പെട്ടു വന്ന ഇന്ത്യ അമേരിക്ക ബന്ധത്തെ കൂടുതൽ വഷളാക്കാൻ മാത്രമേ അമേരിക്കയുടെ ഈ അനുചിതമായ ഏകപക്ഷീയ നിലപാടുകൾ ഉപകരിക്കൂ എന്ന് കേന്ദ്ര സർക്കാരും ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് ഏഷ്യൻ വൻ ശക്തികൾ ഇതിനകം തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി 34% ഉയർന്നത്. അമേരിക്കയുടെ വിലയ്ക്കോ ഭീഷണിയോ ഒട്ടും കൂസാതെ ചൈനയും റഷ്യയും എണ്ണ ഇറക്കുമതി ശക്തമായി തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത്. സ്വതന്ത്ര രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈകടത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ ഫലം കാണില്ലെന്നതിന്റെ തെളിവാണിത്. മധ്യപൂർവേഷ്യയിലും വീണ്ടും ഒരു ചോരപ്പുഴ ഒഴുകാൻ അമേരിക്ക തങ്ങളുടെ യുദ്ധസന്നാഹങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ജനജീവിതത്തെ തകർക്കുന്ന രീതിയിലുള്ള പാലങ്ങളും സൈനിക കേന്ദ്രങ്ങളും മറ്റും അടിസ്ഥാന സൗകര്യങ്ങളും പദ്ധതികളും ഒക്കെ ഉന്നമിട്ടാണ് അമേരിക്കയുടെ കടുത്ത ആക്രമണം. സ്വതന്ത്രമായ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാനിലേക്ക് പോകുന്ന കപ്പലുകളെ അമേരിക്കൻ സൈന്യം വഴിയിൽ തടഞ്ഞ് തിരിച്ചയക്കുകയാണ്.
ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായി അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്ന ഇറാന്റെ 2 എണ്ണക്കപ്പലുകളാണ് അമേരിക്കൻ ഇടപെടലിനെ തുടർന്ന് കടലിൽ വഴിതിരിച്ചുവിട്ടത്. കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി നീങ്ങിയിരുന്ന റാണി, അമീൽ എന്നീ കപ്പലുകൾക്ക് അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ടേൺ എടുത്ത് മടങ്ങേണ്ടി വന്നു. ഇത് മേഖലയിലെ ഊർജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രതിരോധത്തിലായെന്നും ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട അവർ അമേരിക്കയുടെ വാതിലിൽ മുട്ടുകയാണെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന അമേരിക്കൻ അഹങ്കാരത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. എന്നാൽ ട്രംപിന്റെ ഈ വ്യാജ അവകാശവാദങ്ങളെ ഇറാൻ ശക്തമായി നിഷേധിച്ചു. അമേരിക്കയുടെ ആഗോള കുറ്റകൃത്യങ്ങളെ തച്ചുടയ്ക്കും വരെ തങ്ങളുടെ പോരാട്ടം തുടരുമെന്നും ഇനിയൊരു ചർച്ചയ്ക്കും ഇല്ലെന്നുമാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ഹോർമോസ് മോഡൽ തന്ത്രം കരിങ്കടലിൽ റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ യുക്രൈന് എല്ലാ പിന്തുണയും നൽകുന്നത് അമേരിക്കയും സഖ്യകക്ഷികളുമാണ്. റഷ്യയുടെ ചരക്കു നീക്കത്തിന്റെ നിർണായക പാതയായ അസോവ് കടലിൽ റഷ്യൻ വെസലുകൾക്ക് നേരെ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇത് റഷ്യയുടെ ഡീസൽ കയറ്റുമതിയെ ബാധിക്കുകയും രാജ്യത്ത് ക്ഷാമം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ആഗോള യുദ്ധവരെയും ഉപരോധങ്ങളും കാരണം അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് 0.31% ഉയർന്ന് $85.21 WTI ക്രൂഡ് വില 0.55% വർദ്ധിച്ച് $80.04 അമേരിക്കൻ ഡോളർ സൂചിക 100.54 ഉയർന്നതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $30 താഴ്ന്ന് $4033 അമേരിക്കയിലെ സാമ്പത്തിക അസ്ഥിരതയും പണപ്പെരുപ്പവും കാരണം ആഗോള വിപണിയിലെ IT ടെക് ഓഹരികൾ കടുത്ത വിൽപ്പന സമ്മർദ്ദമാണ് നേരിടുന്നത്. ദക്ഷിണ കൊറിയൻ ടെക് ഭീമനായ ഹൈനിക്സിന്റെ ഓഹരി വില 10% ഇടിഞ്ഞു. അമേരിക്കയുടെ സ്വന്തം കമ്പനിയായ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഓഹരി വില പോലും IPO വിലയേക്കാളും താഴേക്ക് പതിച്ചു. ഏഷ്യൻ വിപണിയിൽ ജാപ്പനീസ് നിക്കോയ് സൂചിക 3% വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. അമേരിക്കയുടെ ഫ്യൂച്ചേഴ്സ് വിപണിയിൽ ചെറിയ പച്ച നിറം കാണുന്നുണ്ടെങ്കിലും ലോകം മുഴുവൻ നോക്കുന്നത് മറ്റൊരു കളത്തിലേക്കാണ്. ഡോളറിന്റെ മേധാവിത്വത്തിനും സായുധ സാമ്പത്തിക ഉപരോധങ്ങൾക്കും എതിരെ ഇന്ന് ആഗോളതലത്തിൽ ഒരു പുതിയ ചെറുത്തുനിൽപ്പ് രൂപപ്പെടുകയാണ്. ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ എന്ന അമേരിക്കയുടെ പഴയ പാഠം ഇനി ചെലവാകില്ല എന്ന് സൂചനയാണ് വിപണി തരുന്നത്. 2026 ആഗോള വിപണി കാണുന്നത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിക്കുന്ന ഒരു വിപണി ശക്തിയെ വെറും ഭീഷണി കൊണ്ട് വരുതിയിലാക്കാമെന്ന വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടലുകൾ പൊളിയുകയാണ്. തിരുവയുടെ ചൂണ്ട കാണിച്ചാൽ പേടിച്ച് പിന്നോട്ട് പോകുന്ന കാലം കഴിഞ്ഞു. കാരണം ഇന്ന് 3 രാജ്യങ്ങളും കൂടിയാൽ ലോക ജനസംഖ്യയുടെ പകുതിയോളം വരും. വാങ്ങൽ ശക്തിയുടെ വലിയൊരു ഭാഗവും. ഡോളർ ഇല്ലാതെ വ്യാപാരം, സ്വന്തം കറൻസിയിൽ കരാർ, ബദൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഇതെല്ലാം ഇനി ചർച്ചയല്ല, യാഥാർത്ഥ്യമാണ്. ഉപരോധം എന്ന ആയുധം പ്രയോഗിക്കുമ്പോൾ അത് തിരിച്ച് തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു എന്ന് അമേരിക്ക ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഫ്യൂച്ചേഴ്സിൽ പച്ച കാണുന്നതും താൽക്കാലിക ആശ്വാസം മാത്രം. അടിത്തറ ഇളകുന്നത് ആർക്കും മറച്ചു വെക്കാനാകില്ല. ലോകം ഇനി ഒറ്റ ധ്രുവത്തിൽ നിന്ന് കൽപ്പന കേൾക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ നിയമം, നിങ്ങളുടെ ഡോളർ എന്ന ഏകാധിപത്യം അവസാനിക്കുകയാണ്. പുതിയ നൂറ്റാണ്ടിലെ സാമ്പത്തിക ഭൂപടം പുനരെഴുതപ്പെടുമ്പോൾ അതിൽ മഷി പടരുന്നത് ഭീഷണിയല്ല, കൂട്ടായ ചെറുത്തുനിൽപ്പാണ്. ഇന്ത്യ ഉറച്ചു നിന്നതും ചൈന തിരിച്ചടിച്ചതും റഷ്യ വഴി മാറ്റിയതും ഒരേ സന്ദേശമാണ് നൽകുന്നത്. ഭീഷണി കൊണ്ട് ലോകത്തെ ഭരിക്കാൻ പറ്റുന്ന കാലം കഴിഞ്ഞു. 2026 പറയുന്നത് ഒരു കാര്യം മാത്രം: ശക്തി ഒരിടത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ചെറുത്തുനിൽപ്പ് പലയിടത്ത് പൊട്ടിപ്പുറപ്പെടും.